Activity 4. Ellaru video on akiki. In the story, The Champ, we have seen Radha, the brave girl. Imagine Radha got an award for bravery from the President of India. Prepare a newspaper report about it. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ദ ചാമ്പ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ രാധ എന്ന് പറയുന്ന ആ ഒരു നല്ല ബ്രേവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. ആ ഒരു ബ്രേവറിക്ക് നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവക്കൊരു അവാർഡ് കിട്ടി എന്ന് വെക്കുക. അവാർഡ് ഫോർ ബ്രേവറി, ധൈര്യത്തിനുള്ള ഒരു അവാർഡ് കിട്ടി. ആ ഒരു ന്യൂസ് പേപ്പറാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. സോ ഹൗ ക്യാൻ വി പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ? ഫസ്റ്റ് പത്രം. നമുക്ക് ഫസ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്താ വേണ്ടത്? സാധാരണ നമ്മൾ പത്രത്തിലുള്ള ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാണും? എന്തൊക്കെ കാണും? ഡേറ്റ് കാണും. അപ്പോ ഓക്കെ, ഫസ്റ്റ് ആദ്യം നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിങ്ങൾ ആദ്യം എന്തായിരിക്കും കാണുക? എന്തായിരിക്കും അല്ലെങ്കിൽ നോക്കുക? ഹെഡ്ലൈൻ, അതിന്റെ ടൈറ്റിൽ, ഹെഡ്ലൈൻ നോക്കും. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? ബാക്കി വരികൾ നോക്കും. ബാക്കി വരികൾ എന്തൊക്കെയാണ്? ആ വരികൾ അതാ ഞാൻ ചോദിച്ചത്. പ്രധാനപ്പെട്ട, അതന്നെ പ്രധാനപ്പെട്ട ഓക്കെ. അതിൽ നിന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലേ? ഓക്കെ, അതില് നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആവശ്യമുണ്ട് നമുക്ക് ഇത് നോക്കാം. ഫസ്റ്റ് ഹെഡ്ലൈൻ ആവശ്യമാണ്. ഈ catches attention, sums up the story. ആ ഇതുമായിട്ടും എല്ലാം റിലേറ്റ് ചെയ്ത് ആ ന്യൂസുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് നമ്മുടെ ഹെഡ്ലൈൻ അവിടെ കൊടുക്കണം. ഫസ്റ്റ്. രണ്ടാമതായിട്ട് അതൊരു ബൈ ലൈൻ കൊടുക്കണം. ബൈ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനെ പറ്റി എന്നുള്ളത് നോക്കുന്നത്. ഞാൻ പത്രം ഒന്ന് എടുത്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിത് 2 ദിവസം മുമ്പുള്ള ഒരു പത്രമാണ് ഞാൻ കാണിച്ചത്. ഞായറാഴ്ചയുള്ള പത്രമാണ്. അപ്പോൾ ഇത് പത്രം കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പത്രം കാണാൻ പറ്റും. ഹിന്ദുവിന്റെ ഏത് ദിവസം ഫെബ്രുവരി 19-ാം തീയതിയിലുള്ള ഒരു ഫോട്ടോയാണ്, പത്രമാണ് ഇത്. അപ്പൊ ഈ പത്രം നോക്കിക്കേ. ഫസ്റ്റ്, ഇഷ്ടമുള്ള ഒരു ന്യൂസ്. നിങ്ങൾക്ക് സ്പോർട്സ് ആണോ ഇഷ്ടം? എന്താണ് ഇഷ്ടം? ഇതിൽ ഏത് ന്യൂസ് വായിക്കാനാ ഇഷ്ടം? ഇത് അലീന എന്തോ പറഞ്ഞല്ലോ, ഇത് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. സ്പോർട്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു സ്പോർട്സ് ന്യൂസ് നോക്കാം. ഇപ്പോ നമ്മുടെ IPL കാണാറുണ്ടോ? ക്രിക്കറ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. കാണാറുണ്ടോ? കാണാറില്ല. അപ്പോ എന്തായാലും ഇതില് സ്പോർട്സില് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ആയിട്ട് കിടപ്പുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് നോക്കാം. അപ്പോ ഇവിടെ ഇതൊരു സ്പോർട്സ് ന്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ആവട്ടെ. ഫസ്റ്റ് ഇതിനൊരു ഹെഡിങ് ഉണ്ട്, മെയിൻ ഹെഡിങ്. ഇപ്പോ ഇതെന്ന് പറയുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്ന ടീം ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് മോറിസ് എന്ന് പറയുന്ന കളിക്കാരനെ മേടിച്ചു. അതാണ് ന്യൂസ്. അപ്പൊ അതിന് പറയാണ്, അതിന് ഹെഡ്ലൈൻ, റോയൽ ബ്രേക്സ് ദ ബാങ്ക് ഫോർ മോറിസ്, PBK's RCB spent big. അപ്പോ റോയൽ ബ്രേക്സ് ദ ബാങ്ക് ഫോർ മോറിസ്. അപ്പോ അവരൊരു ബാങ്ക് തന്നെ
അതായത് അത്രയ്ക്ക് പൈസ അവർ ഇതിനു വേണ്ടി ചെലവാക്കി എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ളതാണ് എന്താ, ബൈലൈൻ. ബൈലൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് താഴെയായിട്ട് അത് എന്തിനെ പറ്റിയുള്ള ന്യൂസ് ആണ് എന്നുള്ള ഒരു സമ്മറി ആയിട്ട് ഒരു വരി കൊടുക്കും. ഇപ്പൊ ഗൗതം CSK, മെറിഡിത്ത് പഞ്ചാബ് enjoy record payday for uncapped Indian and foreign cricketers. റിച്ചാർഡ്സൺ മാക്സ്വൽ സ്ട്രൈക്സ് ഇറ്റ് റിച്ച്. അപ്പൊ അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ന്യൂസും അതിൽ ഉള്ള കാര്യങ്ങളും എന്താണ് എന്നുള്ള കാര്യങ്ങള് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ബൈലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് അത് കഴിഞ്ഞിട്ട് ബൈലൈൻ ആയിട്ട് തന്നെ നമുക്കിവിടെ കണ്ടോ, അത് ഓതറിന്റെ പേര് ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഇത് എന്ത് ന്യൂസ് ആണെന്ന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇത് എഴുതിയതാരോ ആ ഓതറിന്റെ പേര് അത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏത് സ്ഥലത്താണെന്ന് കൊടുക്കണം, ഏത് സ്ഥലത്ത് നടക്കുന്ന ന്യൂസ് ആണെന്നുള്ള കാര്യം കൊടുക്കണം. ഇവിടെ ദിനകർ, ചെന്നൈ. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് മെയിൻ ന്യൂസ് എഴുതുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് മെയിൻ ന്യൂസാണ്. അപ്പൊ മെയിൻ ന്യൂസ് എഴുതുമ്പോൾ ഫസ്റ്റ് ഓപ്പണിംഗ് സെന്റൻസ്, an IPL auction without a record breaking busy is much like a pizza without topping. കേട്ടോ, അതായത് ഒരു ഇതിൽ പറയുന്ന ന്യൂസ്, അതൊരു IPL ഓപ്ഷൻ, അത് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഇല്ലാത്ത ഒരു IPL എന്ന് പറയുന്നത്, IPL ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ കളിക്കാരെ ലേലം വിളിച്ചെടുക്കുന്ന ആ ഒരു ലേലം വിളി എന്ന് പറയുന്നത് ഈ പിസ്സയുടെ പുറത്ത് ടോപ്പിംഗ്സ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടാണ് അവരവിടെ തുടങ്ങിയിരിക്കുന്നത്. അതൊരു നോർമൽ ന്യൂസ് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ അതിന്റെ ലീഡ്, അതിന്റെ ഓപ്പണിംഗ് സെന്റൻസ്, പിന്നെ കൊട്ടേഷൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ചേർത്ത് ന്യൂസ് നമ്മൾ അവിടെ എഴുതണം. അതാണ് ന്യൂസിന്റെ ഒരു ശൈലി. ഇവിടെ നോക്കിക്കേ, ഓക്കെ, മെട്രോമാൻ ശ്രീധരൻ സെറ്റ് ടു ജോയിൻ BJP മേ കണ്ടസ്റ്റ് പോൾ. അപ്പോ ഇതൊരു ശ്രീധരൻ എന്ന് പറയുന്നത്, നമ്മുടെ മെട്രോമാൻ എന്ന് പറയുന്നത്, നമ്മുടെ മെട്രോയുടെ ഒക്കെ ആ ഒരു ബ്രെയിൻ ആയ പുള്ളിക്കാരൻ BJPയിൽ ജോയിൻ ചെയ്യുന്നു, ചിലപ്പോൾ ഇലക്ഷന് നിന്നേക്കും എന്നുള്ള ന്യൂസ്. അതും ഇതേപോലെ തന്നെ ഒരു ഹെഡിങ് ഉണ്ട്, അതുപോലെ തന്നെ ബൈലൈൻ ഉണ്ട്, ഇത് ആരാണ് എഴുതുന്നതെന്നുണ്ട്, പ്ലേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഈ ആളാര്, എന്താണ് ആ ന്യൂസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും. ഇതാണ് ന്യൂസിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ന്യൂസിന്റെ ഫോർമാറ്റ് മനസ്സിലായോ? ആ ഓക്കെ, അതായത് നമ്മുടെ ഒരു ന്യൂസ് എടുക്കുന്നു എന്ന് വെക്കുക, ഇഷ്ടമുള്ള ഒരു ന്യൂസ് എടുക്കുക. അപ്പൊ ന്യൂസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് അതിനൊരു ഹെഡിങ് വേണം, പിടികിട്ടിയോ? ഫസ്റ്റ് അതിന് ഒരു പ്രോപ്പർ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് വേണം, എല്ലാവരും നോക്കത്തക്ക രീതിയിലൊരു വലിയ ഹെഡിങ് വേണം. അത് കഴിഞ്ഞിട്ട് അതിനൊരു ബൈലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ബൈലൈൻ എന്ന് പറയുന്നത് ഈ ന്യൂസ്, ഈ നമ്മുടെ ഹോൾ ന്യൂസിന്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് ഈ ബൈലൈനെ കൊടുക്കാൻ പറ്റും. അവിടെ എന്താണ് നടക്കുന്നത് എന്നൊരു കാച്ചി അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും നമുക്ക് ആ ഒരു ബൈലൈനായിട്ട് അവിടെ കൊടുക്കാൻ പറ്റും. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, നിർബന്ധമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് ആരാണ് എഴുതിയത്, റൈറ്ററുടെ പേര്, ഈ ന്യൂസ് കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ആളാര്, ഈ ന്യൂസ് ആരാണ് എഴുതുന്നത്, അയാളുടെ പേര്, സ്ഥലം, എവിടെയാണോ ഇത് നടക്കുന്നത്, ന്യൂസ് നടക്കുന്ന ആ സ്ഥലം. ഇപ്പൊ ഇതിപ്പോ ഡൽഹി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്കിവിടെ എഴുതി പോവാം. എന്താണ് ഇപ്പൊ നമ്മുടെ മറ്റേ ഈ ഒരു ചാപ്റ്ററിലാണെങ്കിൽ നമ്മുടെ രാധയ്ക്ക് അവാർഡ് കൊടുക്കുന്നതാണെങ്കിൽ ശ്രീ ഗോഡ് ഓൺ August 15 ഇത് ഡൽഹി എന്നുള്ള ആ ഒരു ഇത് കൊടുത്തതിന് ശേഷം a 13-year-old girl who showed exemplary courage in saving her cousin എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ന്യൂസ് അവിടെ എഴുതാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു സ്റ്റാർട്ടിൽ നമുക്ക് ആ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പ്രസിഡന്റ് അവൾ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം, നമുക്ക് അവളുടെ വീട് എവിടെയാണ്, അവളുടെ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ന്യൂസ്, ഒരു കുഞ്ഞു ന്യൂസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ദിയ മനസ്സിലായോ? അഭിജിത്തിനോ? അഭിജിത്ത്, അനുജ മനസ്സിലായി സാർ. അപ്പൊ നമ്മുടെ ഈ ന്യൂസ് ചെയ്യാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം സാർ. ഓക്കെ. ആൽഫിനെ സ്പോർട്സ് മാത്രമല്ല നമ്മൾ നാട്ടുവാർത്തയെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഡൽഹി ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് ഡൽഹിയിലുള്ള ന്യൂസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോ നമുക്ക് എന്തായാലും ഇവിടത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ എന്ന് പറയുന്നത് നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ. അപ്പോ അതാണ് നമ്മുടെ ആ ഒരു ന്യൂസിന്റെ ആ ഒരു സ്റ്റൈൽ. നമ്മൾ ഈ പറഞ്ഞ ഹെഡ്ലൈൻ പറഞ്ഞു, ബൈലൈൻ പറഞ്ഞു, പ്ലേസ് പറഞ്ഞു, ലീഡ് പറഞ്ഞു. ലീഡ് എന്ന് പറയുന്ന ഓപ്പണിംഗ് സെന്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ടെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷുഡ് ആൻസർ മോസ്റ്റ് 5 W's. എന്തൊക്കെയാണ് W's? വാട്ട്, ഹൂ, വെൻ, വേർ ആൻഡ് ഹൗ. അതായത് എന്താണ് ഈ ന്യൂസ്, ആരുടെ ന്യൂസ്, ബാക്കിയുള്ളവർക്കോ? അപ്പൊ അവിടെ അല്ലെങ്കിൽ അവിടെ നെറ്റ്വർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാ ഒരിടത്ത് തന്നെ സ്റ്റേബിൾ ആയിട്ട് ഫോൺ വെച്ച് നോക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ സ്ക്രീൻ ഷെയർ ആവും. അപ്പോ ഇതില് എന്താണ് ഈ ന്യൂസ്, ആരാണ് ന്യൂസ്, എവിടെയാണ് ന്യൂസ്, എങ്ങനെ, എപ്പോൾ നടന്നു, എപ്പോഴത്തെ ന്യൂസ് ആണിത്, ആൻഡ് ഹൗ എങ്ങനെ, വാട്ട് എന്ത്, ഹു ആര്, വെൻ എപ്പോൾ, വേർ എവിടെ, ആൻഡ് ഹൗ എങ്ങനെ എന്നുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ന്യൂസിൽ ആഡ് ചെയ്യണം. ഇപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മുടെ പ്രസിഡന്റ് ഇപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വെക്കുക ആ മീറ്റിംഗിന്റെ ഇടയിൽ വെച്ച്, അങ്ങനെയാണെങ്കിൽ അതും അവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. എഴുതാൻ പറ്റോ? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ പറ്റോ? നിങ്ങൾ എഴുതി അയക്കുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത ഫൈനൽ ആനുവൽ എക്സാമിന്റെ ഡേറ്റ് ആയിട്ടുണ്ട്. 22-ാം തീയതി എക്സാം തുടങ്ങും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് എഴുതി അയക്കുക. കാര്യം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇപ്പോഴത്തെ എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണും. അതുകൊണ്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുക. ഞാനും ഒരെണ്ണം അയച്ചു തരാം. പക്ഷെ വേറെ ഏതെങ്കിലും ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഇപ്രാവശ്യം തരിക. പറഞ്ഞോ സാർ. ഈ അവസാനത്തെ പരീക്ഷ ഉണ്ടല്ലോ, അത് സ്കൂളിൽ വെച്ചാണ്? ഇല്ല, ഇതുപോലെ തന്നെയാ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്നില്ലേ, അതുപോലെ തന്നെയാ. അടുത്ത് നേരെ ആക്ടിവിറ്റി 7 പോയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമുക്ക് ഗ്രാമർ പോർഷൻ വരുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ആക്ടിവിറ്റി 7 എടുത്ത് read the following sentence, but alas, disappointed her. Tears ran down her cheeks. By the time she reached there, a big crowd had gathered. Half a dozen was called off. അപ്പോ നമ്മളിത് ഇവിടെ പഠിച്ചതാണ്. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളിവിടെ പഠിച്ചു. ആക്ടിവിറ്റി 5 ഉം 6 ഉം ചെയ്യാനുണ്ട്. എക്സാമിന് ആവശ്യമില്ല. അത് ഞാൻ അങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ഇതില് അടുത്തൊരു ഗ്രാമർ പോർഷൻ ആയിട്ട് വരുന്നതാണ് ഇത്. അതുകൊണ്ട് അത് നമുക്ക് അവസാനം ഇത് തീർന്നതിന് ശേഷം നമുക്ക് ഇതുണ്ടെങ്കിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഡിങ് കേട്ടോ.
അതെന്ന് പറയുന്നത് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാനും എല്ലാത്തിനുമായിട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരെണ്ണം ചെയ്തത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മള് ഇത് നോക്കുക. But alas, here also her cousins disappointed her. The tears ran down her cheeks. അപ്പൊ നമ്മള് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ അതിലുണ്ടായിരുന്ന രണ്ട് ഇത് കാര്യങ്ങൾ എന്തൊക്കെയാ? അത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The underlined words specify the number of nouns. അപ്പൊ underlined words നമുക്കിവിടെ നോക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് തരത്തിലുള്ള നൗൺസ് കൊടുത്തിട്ടുണ്ട്, കൗണ്ടബിളും അൺകൗണ്ടബിളും. എ പെൻ, സെവറൽ പെൻസ്. എ പെൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1 2 3 എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും? ഇല്ല, പറ്റില്ല. അളക്കാനേ പറ്റൂ. അപ്പൊ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം. ഷുഗർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? അത് അവിടെ നല്ല സൗണ്ട് വരുന്നുണ്ട്. ഇവിടെ ചേച്ചിയുടെ മോക്കും ക്ലാസ് ഉണ്ട് സാർ. ആഹാ, നല്ല സൗണ്ട് വരുന്നുണ്ട്, അത് ഞാൻ അങ്ങനെ ചോദിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഐഡന്റിഫൈ ദ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കൗണ്ടബിളും അൺകൗണ്ടബിളും ആയിട്ടുള്ള കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് എടുത്തെഴുതണം. അതാണ് നമുക്ക് ചെയ്യേണ്ട ഈ ഒരു ആക്ടിവിറ്റി. ഇതില് ഇങ്ക് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? അൺകൗണ്ടബിൾ. ഫ്ലവർ, ഗോൾഡ്, കൗണ്ടബിൾ. കെറോസിൻ, അൺകൗണ്ടബിൾ. എടാ ഇത് ഗോൾഡ് കൗണ്ടബിളോ അൺകൗണ്ടബിളോ? കൗണ്ടബിൾ. ഇത് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എണ്ണാൻ പറ്റുമല്ലോ. സ്വർണ്ണ ബിസ്ക്കറ്റ് എണ്ണാൻ പറ്റും, പക്ഷെ ഗോൾഡ് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഗോൾഡ് ഇപ്പോ ഒരു മാലയുടെ ഷേപ്പിൽ ഇരിക്കുന്നു എന്ന് വെക്കുക, നമുക്ക് എണ്ണാൻ പറ്റും? ഇല്ല. ആ ഗോൾഡ് പക്ഷെ മാല എണ്ണാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു പൗഡർ ഷേപ്പിൽ ഇരിക്കുന്നു, അപ്പോ അതിന് നമ്മൾ നമുക്കൊരിക്കലും എണ്ണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് അൺകൗണ്ടബിളിൽ പെടും കേട്ടോ. അടുത്ത് സ്റ്റേബിൾ, കൗണ്ടബിൾ. ലവ്, അൺകൗണ്ടബിൾ. വർക്ക്, പെൻസിൽ, countable, stick, advice. അപ്പൊ അത്രയും നമുക്ക് സാർ കേട്ടൂടാ. ഇവിടെ നിനക്ക് അവിടെ നല്ല നെറ്റ്. സാർ കേട്ടൂടാ പറയണ. Find out the nouns from the story and write down the countable and uncountable nouns in the respective columns. അപ്പോൾ നമ്മുടെ ഈ ഒരു പാഠത്തിൽ നിന്ന് ഇതിൽ നിന്നുള്ള കൗണ്ടബിളും അൺകൗണ്ടബിളും ആയിട്ടുള്ള നൗൺസിനെ എടുത്തെഴുതാനാണ് അവരിവിടെ പറയുന്നത്. ചെയ്യാൻ പറ്റുമല്ലോ? Yes, sir. Activity 8. In the story, the champ Aman met with an accident. Aman ഒരു ആക്സിഡന്റിൽ പെട്ടു. There was no signboard warning the tourist about the possibilities of danger at the picnic spot. അപ്പോൾ അവിടെയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഒരു ഡേഞ്ചർ സിഗ്നലോ അല്ലെങ്കിൽ സിഗ്നൽ ബോർഡോ സൈൻ ബോർഡോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. We can avoid many accidents if there are proper signboards, warning boards, etc. അപ്പോൾ അവിടെ വാർണിംഗ് ബോർഡ്സ് സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഇഷ്യൂസ് നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. Can you prepare some signboards, warning boards like the one given below? ഇതുപോലെ കുറെ സൈൻ ബോർഡ്സ് വാർണിംഗ് ബോർഡ്സ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ?
ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഡേഞ്ചറസ് കറന്റ് സ്വിമ്മിംഗ് പ്രൊഹിബിറ്റഡ്. അപ്പൊ അവിടെ നന്നായിട്ട് ഒഴുക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ നീന്തൽ നിരോധിച്ചിരിക്കുന്നു. ഗോ സ്ലോ സ്ലിപ്പറി റോഡ്. ഇവിടെ ഒരു ഇത് സ്ലിപ്പറി റോഡാണ്, അതുകൊണ്ട് സ്പീഡിൽ പോകരുത്, സ്ലോയിൽ പോവാം. ഇതേപോലുള്ള സൈൻ ബോർഡ്സ് വേറെ കുറച്ച് പറഞ്ഞു. Go slow, work in progress. വർക്ക് ഇൻ പ്രോഗ്രസ്, റൈറ്റ്. ഗോ സ്ലോ, വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ അത് കാണുന്ന, റൈറ്റ്. വേറെ Elephant crossing. എന്താണ് കേട്ടില്ല, Elephant crossing. മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. Elephant crossing. ക്രോസ് റോഡോ? എടാ എലിഫന്റ് ക്രോസ് റോഡ് എന്നാണോ നീ പറഞ്ഞേ? Yes, sir. Elephant cross road. So beware of that. പിന്നെ അണ്ടർ CCTV സർവൈലൻസ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള സൈൻ ബോർഡ്സ് നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റുമല്ലോ. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം. Yes, sir. Anything. Ranjit read a story and wrote a summary of it in his notebook, but there are some errors in it which are underlined. ഇവിടെ underline ഒന്നുമില്ല. Help Ranjit edit the story and rewrite it properly. First sentence. Once there lived a old man. അതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ എന്തോ ശരി തന്നെ. ഇവിടെ എക്ക് പകരം ആൻ വരും. അടുത്ത ആൻ വരും. അടുത്ത they often quarreled with each other. അതിലെന്താ മിസ്റ്റേക്ക്? they often quarreled with each other. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ? ഓക്കെ, they often, അവിടെയാണ് ആ മിസ്റ്റേക്ക് വരുന്നത്. എന്താണ്? ടി ക്യാപിറ്റൽ. Sir, he had 4 sons. അവിടെ ഒരെണ്ണം വരും. Sir, അതിന് മുമ്പേ 4 അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഗൗരി, അവിടെ നിന്ന് വേറെ ഏതെങ്കിലും മാറിയിരിക്കാൻ പറ്റുമോ? ഓക്കെ, എങ്കിൽ ഒന്ന് മാറിയിരുന്നാൽ നന്നായിരുന്നു. കാരണം ഇത് അവിടെ നല്ല സൗണ്ട് വരുന്നുണ്ട്, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പിന്നെ അപ്പൊ ഇത്രയും എറർ അതിലുള്ളത്. അപ്പൊ ഇത്ര എറർ നമുക്ക് നോക്കാം. അപ്പൊ അത് നമ്മൾ പറഞ്ഞത് ശരിയാ. he had 4 sons. അവിടെ എന്താ മിസ്റ്റേക്ക്? FOUR in the spelling mistake. Right. അടുത്തത് they often quarreled with each other. The father wants to make them understand the wisdom of unity. അതിലെന്താ മിസ്റ്റേക്ക്?
Wanted well. അപ്പൊ എന്തായാലും ശരി തന്നെ പറഞ്ഞോ. Wanted to. Wanted to make them understand the wisdom of unity. He called the sons. അതിലെന്താ mistake? Called വരും. He called. C-A-L-L. The sons to his besides and give each one a stick and ask them to break it. The sons broke the stick with ease. The father, അവിടെ എന്താ mistake? Capital letter T. The father then asked the sons to tie some sticks into a bundle and break them. The sons were not able to break it. അവിടെ എന്താ mistake? The son. എന്താ mistake? ചേർക്കണം. എന്താ അഭിജിത്തെ? Yes, ചേർക്കണം. Okay, so, the son, they're not able to break it. They has learned the lesson. Learned. Learned. Learn the lesson. Unity is strength. അപ്പൊ ഇതാണ് എഴുത്ത്. അത്ര തന്നെയാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പൊ ഇതിൽ എന്താ ഡൗട്ട് ഉണ്ടോ? No, sir. ആക്ടിവിറ്റി 6 എടുത്തേ. 6 നമ്മൾ നോക്കിയായിരുന്നു ഇല്ലല്ലോ? 6 എടുത്തു. Hey, let's go into the water. Let's cool and inviting. In this sentence, let's is used to make a suggestion to a group that includes the speaker. അപ്പൊ ലെറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നമുക്ക് എല്ലാവർക്കും എന്ന് പറയും. അപ്പോ ഗോ ത്രൂ ദ കോൺവെർസേഷൻ. ടീച്ചർ, ലെറ്റ്സ് പ്ലേ ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം ടുഡേ, ഷോൾ വി? അപ്പൊ ലെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മള് ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ലെറ്റ്സ് ഓപ്പൺ ദി ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ടുഡേസ് ഗെയിം, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗെയിമിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ലെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അപ്പൊ ലെറ്റ്സ് മീൻസ് ലെറ്റ് അസ്, നമുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു കാണിക്കുന്നത്. ഗോ ത്രൂ ദ കോൺവെർസേഷൻ. ടീച്ചർ, let's play an interesting game today, shall we? Student, yes sir, we like games. Well, then get ready. Let's start now. Okay sir, we are ready. Now rewrite the sentences using let's. One is done for it. The function will be held next week. We should prepare a notice. അതിന് പകരം അവിടെ കൊടുത്തിട്ടുണ്ട് the function will be held next week. Let's prepare a notice. അപ്പൊ നമുക്കൊരു പ്രിപ്പയർ ചെയ്യാം. വി ഷുഡിന് പകരം നമുക്ക് ലെറ്റ്സ് എന്നുള്ള ആ ഒരു ഇത് അവിടെ ചേർത്തു. അപ്പോ അതുപോലെ അടുത്ത ബാക്കി. It is Priya's birthday tomorrow. Shall we invite our friends? അതിനെ നമുക്ക് ലെറ്റ്സ് വെച്ച് എങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും? Let's invite our friends. Let's invite our friends. അപ്പൊ നമുക്ക് shouldn't be എന്ന് വേണ്ട, അല്ലെങ്കിൽ shall be എന്ന് വേണ്ട. അതിന് വരെ നമുക്ക് അവിടെ ലെറ്റ്സ് എന്ന് പറഞ്ഞ് ലെറ്റ്സ് ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് വേണോ? വേണ്ട. അത് കഴിഞ്ഞ് അത് നോർമൽ സെന്റൻസ് ആണ്, അത് ക്വസ്റ്റ്യൻ വേർഡ് അല്ല, അതും ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട. Uncle said we can go for a picnic. എങ്ങനെ പറയും? Let's go for a picnic. Uncle said let's go for a picnic. It is our school anniversary tomorrow. Shouldn't we decorate our school with flowers and balloons?
അതിനെ എങ്ങനെ മാറ്റി എഴുതും? അഭിജിത്ത്? Let's let's decorate our school with the flowers and balloons. Decorate our school with flowers and balloons. ബാക്കി ഫസ്റ്റ് സെന്റൻസ് സെയിം തന്നെ. അടുത്ത, it is raining, we shall play in the shower. Let's we shall play in the showers. Let's play in the showers. Okay, let us നമുക്ക് പ്ലേ ചെയ്യാം, കളിക്കാം, മഴയത്ത് കളിക്കാം എന്നുള്ളത് കാണാം. Sir, first അത് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? ഏതാ പ്രിയയുടെ ഇതാണോ? Yes. അതിന് മുമ്പത്തെ ആൻസർ കൊടുത്തിട്ടുണ്ടോ? ലെറ്റ്സ് പ്രിപ്പയർ എ നോട്ടീസ്. അതായത് അവിടെ ഒരു അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. വി ഷുഡ് പ്രിപ്പയർ എ നോട്ടീസ്. അപ്പൊ അതിന് പകരം ഫംഗ്ഷൻ വിൽ ബി ഹെൽഡ് ഓൺ നെക്സ്റ്റ് വീക്ക്. ലെറ്റ്സ് പ്രിപ്പയർ എ നോട്ടീസ്. Okay, sir. Second, B. B എന്താ? Let's invite our friends. Okay, sir. അപ്പൊ അത്ര തന്നെയാണ് ഈ ഒരു ഇതിൽ ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് പുതിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോ പേജ് നമ്പർ 155 എൻ്റെ നിങ്ങളുടെ എടുക്ക്. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. There are many people who have a helping mentality. അപ്പോൾ കുറെ ആൾക്കാരുണ്ട്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കുറെ ആൾക്കാരുണ്ട്. Helping others make their life fruitful and beautiful. നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല സന്തോഷകരവും നല്ല ഭംഗിയുള്ളതുമാണ്. Here is a poem that describes the thoughts of such a person. അങ്ങനെയുള്ള ഒരാളുടെ കഥയാണ്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. If I can stop one heart from breaking. ഒരു ഹൃദയം തകരുന്നത് എനിക്ക് തടയാൻ കഴിഞ്ഞാൽ, എനിക്ക് ഒരാളുടെ ഹൃദയം തകരുന്നത് തടയാനായിട്ട് കഴിഞ്ഞാൽ എന്നാണ് ഇവിടുത്തെ പറയുന്നത്. ഓക്കെ, if I can stop one heart from breaking, I shall not live in vain. If I can ease one life that's aching, or cool one pain, or help one fainting robin unto his nest again, I shall not live in vain. അപ്പോൾ ഇവിടെ പറയുന്നത് if I can stop one heart from breaking, അപ്പോൾ ഒരാളുടെ ഹൃദയം തകരുന്നത് തടയാനായിട്ട് എനിക്ക് കഴിഞ്ഞാൽ I shall not live in vain. vain എന്ന് പറയുന്നത് വെറുതെ ജീവിക്കുക. അപ്പോ ഞാന് വെറുതെ ആകില്ല ജീവിക്കുന്നത്. ആൽഫിൻ എന്ത് പറ്റിയടാ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? അപ്പോ I shall not live in vain. ഞാന് വെറുതെ ആകത്തില്ല ജീവിക്കുന്നത്. ഒരാളുടെ ഹൃദയം തകരുന്നത് എനിക്ക് തടയാൻ കഴിഞ്ഞാൽ അത് ഒരിക്കലും വെറുതെ ആവത്തില്ല എന്റെ ജീവിതം. If I can ease one life that aching. അപ്പൊ ഒരാളുടെ വേദന എനിക്ക് ആശ്വാസമാക്കാൻ പറ്റിയാൽ, ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസമാകുക. ഈസ് one life that aching means വേദനിക്കുക. അപ്പൊ നിനക്ക് അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ. If I can ease one life that's aching. അപ്പോ അവിടെ ഒരാളുടെ ജീവിതത്തിലെ വേദനകൾ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ, ഓർ കൂൾ വൺ പെയിൻ, ഒരാളുടെ വേദനകൾ നമുക്ക് തണുപ്പിക്കാനായാൽ, ഓർ ഹെൽപ്പ് വൺ ഫെയിന്റിംഗ് റോബിൻ. അപ്പോ ഒരാളുടെ ഒരു റോബിൻ പക്ഷിയെ, റോബിൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പക്ഷിയെ, ഒരു തളർന്നു കിടക്കുന്ന ഒരു റോബിൻ പക്ഷിയെ സഹായിക്കാൻ കഴിഞ്ഞാൽ, unto his nest again, അതിന്റെ നെസ്റ്റിൽ, അതിന്റെ കൂട്ടിൽ തിരിച്ചു കൊണ്ടിടാൻ, അല്ലെ തിരിച്ചു കൂട്ടിലെത്തിക്കാൻ സാധിച്ചാൽ, I shall not live in vain. അപ്പൊ അതൊരിക്കലും എന്റെ ജീവിതം നഷ്ടപൂർണമാവുന്നില്ല. അതായത് എന്റെ ജീവിതം വെറുതെ ആവുന്നില്ല, എന്റെ ജീവിതം അർത്ഥവത്താകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ, ഒരാളുടെ ജീവിതം തകരാൻ നമ്മൾ അനുവദിക്കരുത്. അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം തകരുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ അയാളുടെ വേദനയിൽ നിന്ന് നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ,
അല്ലെങ്കിൽ അയാളെ നമുക്ക് അതിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചാൽ അതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അർത്ഥവത്താവും, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് അത് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഈ ഒരു കുഞ്ഞു കവിതയുടെ ആശയം. മനസ്സിലായോ? എന്ത് ഡൗട്ട് ഉണ്ടോ? No, sir. sir. ഒരു കുഞ്ഞ് എളുപ്പമുള്ള ഒരു കവിതയായിരുന്നില്ലേ? അപ്പൊ അതിനുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ഇത് എഴുതിയത് ആരാ? എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന കവിയാണ് എഴുതിയത്. Was an American poet. She was born in Amherst, Massachusetts. She is regarded as one of America's greatest poet and is well known for his unusual life of self-imposed social seclusion. Most of her poems deal with themes of death and immortality. അപ്പോ ഇവര് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പോയറ്റ് ആണ്. അവരുടെ ആ ഒരു പോയംസും കാര്യങ്ങളും എല്ലാം സാധാരണത്തിൽ വ്യത്യസ്തമാണ്. അതെന്ന് പറയുന്നത് ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി, അല്ലെങ്കിൽ മരണവും അതുപോലെ തന്നെ പുനർജീവനവും ഒക്കെയാണ് അവരുടെ ആ ഒരു കവിതാ ശൈലി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരാണ് ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക. എമിലി ഡിക്കിൻസൺ ചിലപ്പോൾ ചോദിക്കും. Who is the author? First question. According to the poet, what? ചക്കായി പോയി, ഒന്നും കൂടെ പറയോ? അതായത് ഞാൻ പറഞ്ഞത് ഈ എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന ആ ഒരു പേര്, അതായത് ഇത് ഓതറിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ ചോദിക്കും ആരാണ് ഇത് എഴുതിയത് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് എഴുതാലോ എമിലി ഡിക്കിൻസൺ കേട്ടോ. ആക്ടിവിറ്റീസ്. According to the poet, what is the real way of making one's life meaningful? ഒരാളുടെ ലൈഫ് മീനിങ്ഫുൾ ആകുന്നത് എങ്ങനെ എന്നാണ് ഈ കവിതയിലൂടെ ഈ കവി ഇവിടെ പറയുന്നത്. എങ്ങനെയാ? സാർ ഒന്നും കൂടെ ചോദിക്കോ? According to the poet, what is the real way of making one's life meaningful? ഒരാളുടെ ജീവിതം അർത്ഥവത്താക്കുന്നത് എങ്ങനെ എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. എങ്ങനെയാ? ഒരാളെ രക്ഷിക്കാൻ പറ്റിയാൽ ഒരാളെ രക്ഷിക്കാൻ പറ്റിയാൽ അവരുടെ ജീവിതം അർത്ഥവത്താക്കുന്നു. ഓക്കെ, അതായത് അയാളുടെ വേദനയിൽ നിന്ന് നമുക്കൊന്ന് മോചനം ലഭിച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ലൈഫിന് മീനിങ്ഫുൾ ആവുന്നത് എങ്ങനെയാ? അയാളുടെ ഹാർട്ട് ബ്രേക്കിംഗ്, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക് മനസ്സ് വേദനിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ആ വേദനയില് നമുക്കൊരു തണലാവാൻ സാധിച്ചാൽ നമുക്ക് അതെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒന്ന് തന്നെയാണ്. ഞാനിപ്പോ ആൻസറോടെ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാം. എവിടെ പോയി എന്റെ ആൻസർ? So, okay, according to the poets, one life becomes meaningful if you can prevent someone from having his or her heart broken or stop a person from experiencing any kind of suffering. അവരുടെ വേദനയിൽ നമുക്ക് താങ്ങാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. അടുത്ത, why does the poet repeat the line I shall not live in vain in the poem? എന്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കവി I shall not live in vain, ഞാൻ വെറുതെ അല്ല ജീവിക്കുന്നത്, എന്റെ ജീവിതം വെറുതെ ആകത്തില്ല എന്ന് ഇവിടെ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്, അതായത് 2 പ്രാവശ്യം പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ കവി I shall not live in vain എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ ജീവിതം വെറുതെ ആകില്ല എന്നിങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ എന്റെ ജീവിതം വെറുതെ ആകില്ലെന്ന്. Okay, അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈൻ emphasize their argument that one's life become worth if one of the concerned about
one is concerned about others. അത് മറ്റുള്ളവരുടെ ജീവിതത്തില് അവരെ സഹായിക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലെ കുറിച്ച് നമ്മൾ ആലോചിച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാല് അതെന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഒരു ലൈൻ അവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഹെൽപ്പിംഗ് എ ബേർഡ് ഈസ് an act of kindness. Pick out from the poem the line which bears the same meaning. അപ്പോൾ ഒരു ബേർഡിനെ സഹായിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു മീനിങ് വരുന്ന വരികൾ നമ്മുടെ കവിതയിൽ നിന്ന് എടുത്തെഴുതുക. Or help one fighting Robin. അടുത്ത വരി ഇവിടെ into his nest again. റോബിനെ നമ്മൾ ടാഗിൽ എത്തിക്കുന്നത് വരെ. Pick out the word used in the poem that show physical suffering or discomfort. അപ്പോ വേദന, അതുപോലെ ഫിസിക്കൽ സഫറിങ്, ഡിസ്കംഫർട്ട്, ഈ വേദനയൊക്കെ നിറഞ്ഞ വാക്കുകൾ ഉണ്ട്. ഭയങ്കരമായിട്ട് ശബ്ദം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ ഈ ഒരു ഓക്കെ, ഇപ്പൊ നിങ്ങൾ 3 പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയോ? ഓക്കെ, അപ്പോ ഈ ഒരു കവിതയില് നമ്മുടെ ഒരു ഫിസിക്കൽ സഫറിങ് അല്ലെങ്കിൽ വേദന നിറഞ്ഞതും അതുപോലുള്ള അത്തരത്തിലുള്ള വേദനയും അതുപോലുള്ള വാക്കുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വാക്കുകൾ? ഏതൊക്കെയാണ് വേദനയ്ക്കുള്ള വാക്കുകൾ? ഏതൊക്കെയാ? പെയിൻ. അഭിജിത്തെ ഏതൊക്കെയാടാ? ഹർട്ട്. വെയിനിന്റെ അർത്ഥം എന്താണ്? വെയിൻ വെറുതെ ആവില്ല എന്നാണ്. അത് വരത്തില്ല. സാറാ 4ാമത്തെ ക്വസ്റ്റ്യന്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞുതരുമോ? അതായത് നമ്മുടെ ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് ഒരു ഫിസിക്കൽ വേദന ഉണ്ടാക്കുന്ന, അതായത് വേദനിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ, അതായത് വേദന എന്ന് പറയുന്ന മീനിങ് വരുന്ന കുറച്ച് വാക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പോ ആ വാക്കുകൾ എഴുതാനാണ് പറയുന്നത്. സർ ഈസ് എന്ന് പറഞ്ഞല്ലോ. ഈസ് വേദന തുടച്ചു നീക്കുക എന്ന. അപ്പൊ ഇവിടുത്തെ വാക്കുകൾ എന്ന് പറയുന്നത് ഏക്കിംഗ്, പെയിൻ, ഫെയിന്റിംഗ് എന്നുള്ളതാണ്. അടുത്ത് the title of the poem, if I can stop one heart from breaking, tell us importance of helping others. How do you feel when you help others? അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഏറ്റവും നല്ല പ്രവൃത്തിയാണ് എന്ന് കാണിക്കുന്ന ഒരു കവിതയാണിത്. അപ്പോ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത് തോന്നും? നിങ്ങൾക്ക് എന്ത് തോന്നും? ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോ എന്ത് തോന്നും? അവർക്ക് അവരുടെ വിഷമം നമുക്ക് എന്ത് തോന്നും? മറ്റുള്ളവരെ അങ്ങനെ നമുക്ക് സഹായിക്കുമ്പോ നമുക്കൊരു അഭിമാനം തോന്നും, ഒരാശ്വാസം തോന്നും, ഹാപ്പിനെസ് തോന്നും, സാറ്റിസ്ഫാക്ഷൻ തോന്നും, ആൻഡ് സെൽഫ് എസ്റ്റീം. അപ്പൊ നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് ആലോചിച്ച് അഭിമാനമൊക്കെ തോന്നും. ഓക്കെ, എനിക്ക് അയാളുടെ ജീവിതത്തിൽ അയാൾക്കൊരു നല്ലൊരു കാര്യം സംഭവിക്കാനായിട്ട് എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് നമുക്കവിടെ തോന്നും. ചൂസ് ദ സൂറ്റബിൾ തീം ഫോർ ദ പോയം ഫ്രം ദ ബുക്ക്. ഇതില് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തീം സ്വാതന്ത്ര്യമാണോ, സത്യസന്ധതയാണോ, കൈൻഡ്നെസ് ആണോ, യൂണിറ്റി ആണോ, ഹാപ്പിനെസ് ആണോ? ഇതിൽ എന്ത് തരത്തിലുള്ള ഒരു കവിതയാണ്? ഫ്രീഡം, സ്വാതന്ത്ര്യം, ഓണസ്റ്റി, ആശ്വാസം, കൈൻഡ്നെസ്, സഹായിക്കുക, യൂണിറ്റി, ഒരുമ, ഹാപ്പിനെസ്. എന്തോ കൈൻഡ്നെസ്.
kindness. അപ്പൊ അതാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത്ര 2 ആക്ടിവിറ്റിയുടെ ഉണ്ട്, ചെയ്യാവോ? 2 ആക്ടിവിറ്റിയേ ഉള്ളൂ. അപ്പോ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ചെയ്യാം സർ. Choose the best alternative. What does the poet mean by stop one heart from breaking? അപ്പോൾ ഒരാളുടെ ഇതിൽ നിന്ന് ഒരാളുടെ കഷ്ടതയിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു മനസ്സിന്റെ വേദന അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് മീനിങ്? ഹെൽപ്പ് ദ പേഴ്സൺ സഫറിംഗ് ഫ്രം ഹാർട്ട് ഡിസീസ്, സേവ് എ പേഴ്സൺ ഫ്രം ഡൈയിങ്, കംഫർട്ട് എ പേഴ്സൺ വെൻ വൺ ഈസ് സാഡ്. ഇതിലേത് വരും? അതായത് നമ്മുടെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് അത് മാറ്റാൻ, അയാളുടെ ആ ഒരു മനസ്സിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരാളുടെ ഹാർട്ട് എന്താ? Help the person suffering from heart diseases. അപ്പൊ അത് ഫസ്റ്റത്തെ മീനിങ് ഹെൽപ്പ് ദ അതെന്ന് പറയുന്നത് ഇത് അയാളുടെ ഹാർട്ട് ഡിസീസിൽ നിന്ന് ഒരു മോചനം, സേവ് എ പേഴ്സൺ ഫ്രം ഡൈങ് മരിക്കുന്നതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുക, കംഫർട്ട് എ പേഴ്സൺ വെൻ വൺ ഈസ് സാഡ് അയാള് സങ്കടത്തിലായിരിക്കുമ്പോൾ അയാൾക്ക് ഒരു ആശ്വാസം കണ്ടെത്തി കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? Comfort a person when one is sad. കേട്ടോ ഗൗരിനെ രണ്ടും പറഞ്ഞു, കംഫർട്ട് എ പേഴ്സൺ വെൻ വൺ ഈസ് സാഡ്. അപ്പൊ അതാണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള മീനിങ്, അല്ല ഹാർട്ട് ഡിസീസ് അല്ല. അപ്പൊ മീനിങ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. Yes, sir. അടുത്ത, ഐ ഷോൾ നോട്ട് ലീവ് ഇൻ വെയിൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്യൂട്ട് ദ മീനിങ് ഓഫ് ലൈൻസ്. അപ്പോൾ ഞാൻ എന്റെ ജീവിതം അർത്ഥവത്താണ്, അല്ലെങ്കിൽ ഇത് എന്റെ ജീവിതം എന്ത് പറയുന്നേ ഒട്ടും മോശമാവത്തില്ല, അല്ല എങ്കിൽ വെറുതെ ആവത്തില്ല, എന്റെ ജീവിതം വെറുതെ ആവത്തില്ല എന്ന് പറയുമ്പോൾ മൈ ലൈഫ് വിൽ ബി യൂസ്ലെസ്, എന്റെ ജീവിതം ഒരു ഗുണവും ഉണ്ടാവത്തില്ല. മൈ ലൈഫ് വിൽ ബി മീനിങ് ഫുൾ, എന്റെ ജീവിതം ഭയങ്കര അർത്ഥവത്താവും. മൈ ലൈഫ് വിൽ ബി ഡ്രെഡ്ഫുൾ, എന്റെ ജീവിതം എന്ന് പറയുന്നത് മോശകരമായ ഒരു ഇതിലൂടെ പോകും. എന്തായിരിക്കും ആൻസർ? My life will be meaningful. My life will be meaningful, എന്റെ ലൈഫ് ഏറ്റവും അർത്ഥവത്തായിരിക്കും. The poet does not want to dash, stop the heart from breaking, ease the life from aching, hurt the one who is happy. ഏതാ ഇതില് പോയറ്റിന് ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യം എന്താ? ഒരാള് സങ്കടത്തിലായിരിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കുക, അയാളുടെ വേദനിക്കുമ്പോൾ അയാൾക്കാർ ആശ്വാസം പകരുക, ഒരാൾ ഹാപ്പി ആയിരിക്കുമ്പോൾ അയാളെ വേദനിപ്പിക്കുക. ഇതിലേതാണ് പോയറ്റിന് ചെയ്യേണ്ടാത്തതായിട്ടുള്ള കാര്യം? Ease the life from aching. അതാണോ? അതായത് വേദനിപ്പിക്കുന്ന ആളെ ആശ്വസിപ്പിക്കണ്ട എന്നുള്ളതാണോ പോയറ്റിന് ചെയ്യേണ്ടത്? തെറ്റിപ്പോയി സർ. അപ്പൊ എന്തായിരിക്കും? Stop the heart from breaking. അയാള് അതായത് അത് എന്താണ് ചെയ്യേണ്ടാത്തത്, എന്താണ് ചെയ്യേണ്ടതെന്നല്ല, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. Hurt the one. എന്താ അഭിജിത്തെ, എന്തായിരിക്കും? hurt the one person who is happy. Okay. Hurt the one who is happy. അയാളെ എന്താ പറയുന്നത്, സന്തോഷത്തിലായിരിക്കുമ്പോ അയാളെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടാത്തത്. അടുത്ത ആക്ടിവിറ്റി, you may also want to do the following things like a poet. Prioritize them according to your preference. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് ABCD എന്നുള്ള രീതിയിൽ എഴുതുക എന്നുള്ളതാണ് വരുന്നത്. സ്റ്റോപ്പ് വൺ ഹാർട്ട്സ് ഫ്രം ബ്രേക്കിംഗ്, അയാൾ മനസ്സ് തകരുമ്പോൾ അയാൾക്ക് ആശ്വാസമേകുന്നത്. ഈസ് വൺസ് ലൈഫ് ദാറ്റ് ഈസ് ആക്കിംഗ്, അയാളുടെ ജീവിതത്തിൽ വേദന അനുഭവിക്കുമ്പോൾ അയാൾ ആശ്വസിപ്പിക്കുന്നത്. സൂത്ത് എ പെയിൻ ഇൻ സമ്മൺസ് ലൈഫ്, അയാളുടെ ലൈഫിലെ വേദന മാറ്റുന്നത്. ഹെൽപ്പ് ദ റോ വിൻ ഫ്രം ഫെയിലിംഗ്,
ഒരു തളർന്നു കിടക്കുന്ന ഒരു പക്ഷിയെ സഹായിക്കുന്നത്. ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിൽ ആദ്യം ഏതാണ് ഇമ്പോർട്ടന്റ്, രണ്ടാമത് ഏത്, മൂന്നാമത് ഏത്, നാലാമത് ഏത് എന്നുള്ള കാര്യം എഴുതണം. ആദ്യം നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതിൽ അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. അപ്പൊ അത് 1 എഴുതാം, അടുത്ത് ചിലപ്പോൾ 2 എഴുതാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർഡർ എഴുതാം. ഇതെല്ലാം കറക്റ്റ് ആൻസർ ആണ്. ഇതിൽ ഏതാണ് ഓർഡർ എന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക. അത്രേ ഉള്ളൂ. അടുത്ത ആക്ടിവിറ്റി 3. Read the following dialogue. I like giving food to a hungry man. ഞാൻ ഒരു വിശന്നിരിക്കുന്ന ആൾക്ക് ആഹാരം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. I am ready to clean the road. ഞാൻ ഈ റോഡൊക്കെ വൃത്തിയാക്കാനായിട്ട് തയ്യാറാണ്. I like feeding birds. എനിക്കാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് നല്ല താല്പര്യമാണ്. Question. What are some other ways in which you can help others? എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? I like helping my mother in the kitchen. കിച്ചണിലെ എൻ്റെ അമ്മയെ സഹായിക്കാൻ എനിക്ക് താല്പര്യമാണ്. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ആരെയൊക്കെ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമുക്ക് അമ്മയ്ക്ക് മുറ്റം തൂത്തെടുക്കാം, പാത്രം കഴുകി കൊടുക്കാം, അങ്ങനെ അമ്മയെ സഹായിക്കാം. Okay, I can help my mother in the kitchen for washing dishes. Okay. അതല്ല വേറെ ചെയ്യാൻ പറ്റും? പുറത്ത് റോഡിലിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകള് I can remove plastics from the road, right? അഭിജിത്തെ, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂടാ? ഞാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കും. Plant trees. Okay. അഭിജിത്തെ, നീ പറ, എന്ത് ചെയ്യാൻ പറ്റും? അൺമ്യൂട്ട് ചെയ്യടാ. എന്ത് ചെയ്യാൻ പറ്റും? എടാ എന്ത് ചെയ്യും? അഭിജിത്തെ, ഒന്നും ചെയ്യില്ലേ? നീ ആരെയും ഹെൽപ്പ് ചെയ്യില്ലേ? നിന്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യൂലേ? ഒട്ടും വയ്യാതെ കിടക്കുന്ന ബേർഡിനെ രക്ഷിക്കാം. അതിലോ? അതിൽ അവരോടെ ഇല്ല. അഭിജിത്തിന് എന്തോ പറ്റിയിട്ടുണ്ടോ? ഒട്ടും ആക്റ്റീവ് അല്ലല്ലോ. എന്ത് പറ്റിയിടാ? ബോറടിച്ചോ? പിന്നെ എന്ത് പറ്റി? ആൻസർ ഒന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാൻ കേട്ടോ. നിങ്ങൾക്ക് അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എഴുതാം. അപ്പൊ അത്ര തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് ഉണ്ട്. ഈ ഉച്ചയ്ക്ക് നമ്മൾ ഈ ഒരു ഇതും കൂടെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോ നിങ്ങളുടെ പോർഷൻ എന്നിട്ടുള്ളത് നമുക്ക് അവർ ഗ്രാമർ മാത്രമാണ്. ഗ്രാമറിന്റെ ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാം. കുറെയൊക്കെ എടുത്തതാ, ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. നമുക്ക് അങ്ങനെ ഈ ഒരു പോർഷൻ തീർക്കാനായിട്ട് പറ്റും.